ഗ്രാമീണ സംസ്കാരങ്ങൾ മുറുകെ പിടിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു കാർഷിക മേഖല. അതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ പ്രധാന ഉപജീവന മാർഗം. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കിടന്നുറങ്ങിയ ആ തഴപ്പായെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തഴപ്പായ എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയോട് അതെന്താണ് എന്ന് ഇന്ന് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. നമുക്ക് പോകാം തഴപ്പായുടെ ചരിത്രത്തിലൂടെ റിപ്പോർട്ടർ ഹബിന്റെ ഈ ഒരു അധ്യായത്തിൽ. ഒരു കാലത്ത് മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന തഴപ്പായ ഇന്ന് അപൂർവം വീടുകളിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. കേരളത്തിൽ തഴപ്പായുടെ ഈറ്റിലമായിരുന്നു കൊല്ലം ജില്ലയിലെ തഴവ. തഴപ്പായ വ്യവസായത്തിന് ഖ്യാതി നേടിയതിനാലാണ് തഴവ എന്ന പേര് കൈവന്നതെന്നും പറയപ്പെടുന്നു. 1960-70 കാലഘട്ടങ്ങളിലെ ആഴ്ചച്ചന്തകളിൽ വിൽപ്പന ചരക്കുകളായിരുന്ന കുട്ട, വട്ടി, മുറം എന്നിവയ്ക്കൊപ്പം ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിൽപ്പന സാമഗ്രി കൂടിയായിരുന്നു തഴപ്പായകൾ. അക്കാലത്ത് നിരവധി ആളുകളാണ് പരമ്പരാഗത വ്യവസായമായി ഈ പായ നിർമ്മാണത്തെ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കൈതോലയുടെ ക്ഷാമവും പുതുതലമുറയുടെ വിമുഖതയും കൂലിക്കുറവും പരമ്പരാഗത വ്യവസായമായ തഴപ്പായ നിർമ്മാണത്തെ കാലഹരണപ്പെടുത്തുന്നു. എണ്ണത്തിൽ കുറവാണെങ്കിലും ഈ കാലഘട്ടത്തിലും പരമ്പരാഗതമായ പ്രാവീണ്യത്തോടെയും നിർമ്മാണ വൈദഗ്ധ്യത്തോടെയും മനോഹരമായി തഴപ്പായ നെയ്യുന്നവർ ഇപ്പോഴുമുണ്ട്. അത്തരം ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയാഴം പഞ്ചായത്തിലെ ജാനകി എന്ന ജാനു അമ്മ. തന്റെ 76-ാം വയസ്സിലും പ്രായത്തിന്റെ പരിമിതികളെ തോൽപ്പിച്ചുകൊണ്ട് ജാനു അമ്മ തഴപ്പായകൾ നെയ്യുന്നു. ഒരു കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന കൈതോലകൾ ഇന്ന് കിട്ടാനില്ല. നാട്ടിൻപുറങ്ങളിലും വയലോരങ്ങളിലും കിലോമീറ്ററുകളോളം നടന്നാണ് ജാനു അമ്മ പായ നിർമ്മാണത്തിനുള്ള കൈത സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെ ചെത്തിയെടുത്തേച്ച് നമ്മളത് അതിൻ്റെ മുള്ള് പൊന്തിക്കളഞ്ഞ് വട്ടത്തിലാക്കി വെയിലത്തിട്ട് ഉണക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലുള്ളത് കൊണ്ട് കീറാൻ പാടാം. അപ്പം തണുപ്പത്തിട്ട് അതിൻ്റെ തഴക്കത്തി കൊണ്ട് ഏറ്റി അതിൻ്റെ കനം കുറയ്ക്കും. കനം കുറച്ച് വെച്ചു നമ്മൾ കീറിക്കെട്ടി ഒരുപാട് തഴ കീറിക്കെട്ടി ഇട്ടുണ്ട്. പുറകെ നമ്മളിങ്ങനെ ഇട്ടുണ്ട് ഇങ്ങനെ കാല് ചവിട്ടി പിടിച്ച് നിന്ന് നെയ്യും. നീളം ആവശ്യത്തിനുള്ള നീളം കൂട്ടി വെച്ചു. വീതി കുറേശ്ശെ വീതി എടുത്ത് നെയ്ത് കൂട്ടി പാകത്തിന് വീതിയാകുമ്പം അതിൻ്റെ മറ്റേ കല്ല് റെഡിയാക്കി കൊണ്ട് കൂട്ടും. അതാണ് പാന്നെയ്ത്ത്. കൈത ചെത്തിയെടുക്കുന്നത് മുതൽ ഒരു പായ പൂർത്തിയാക്കി കൊണ്ടുവരുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. കേടുപാടുകളില്ലാത്ത പൂർണ്ണ വളർച്ചയെത്തിയ കൈതോലകൾ സസൂക്ഷ്മം ചെത്തിയെടുക്കുക എന്നതാണ് ആദ്യഘട്ടം. ഇത് വളരെ ശ്രമകരവും ശ്രദ്ധയോടെ ചെയ്യേണ്ടതുമായ ഒന്നാണ്. കുറഞ്ഞത് 1.5 മുടി തഴയെങ്കിലും വേണം ഒരു പായ നെയ്തെടുക്കുവാൻ. ചെത്തിയെടുത്ത കൈതകളിൽ നിന്നും അതിലെ മുള്ളുകൾ നീക്കം ചെയ്യുകയാണ് അടുത്ത ഘട്ടം. മുള്ളുകൾ നീക്കം ചെയ്ത കൈതകൾ ഒന്നിച്ചെടുത്ത് വൃത്താകൃതിയിൽ മടിഞ്ഞു വെക്കുന്നു. ശേഷം അതിനെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നു. ഇതിനെ തഴമടികൾ എന്നാണ് പറയുന്നത്.
നല്ലതുപോലെ ഉണങ്ങിയ തഴമടികൾ മൂർച്ചയേറിയ തഴക്കത്തി ഉപയോഗിച്ച് കീറിയെടുക്കുന്നു. ഇങ്ങനെ കീറിയെടുക്കുന്ന തഴയാണ് പായ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും മാർക്കറ്റിലേക്ക് നമുക്ക് ഈ തഴപ്പ കൊടുക്കാറുണ്ട്. ഉണ്ട്. എങ്ങനെയൊക്കെയാണ് അതിന്റെ വില വരുന്നത്? എങ്ങനെയൊക്കെയാണ് വില? പല വിലയുണ്ട്. പായുടെ നൽപ്പനുസരിച്ച് പായ്ക്ക് വിലയുണ്ട്. പിന്നെ 300, 300 ചെല്ലുവാന് ഒരു 350 വരെയൊക്കെ പുറത്തൊക്കെ നല്ല വില ഉണ്ടെന്നാ പറയണം. പുറത്ത് എത്ര വില വരും? എന്നാലും പുറത്തൊരു 10-500 രൂപയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഇവിടെ വന്നെടുക്കുമ്പോൾ ഒരു 280, 300 അങ്ങനെയൊക്കെ വിലയിടും. പല വിലയാണ്. പായുടെ ഇതനുസരിച്ച് വില കിട്ടും. അമ്മ എങ്ങനെയാണ് ഇത് ആളുകളുടെ ഓർഡർ അനുസരിച്ച് ആണോ ഉണ്ടാക്കി കൊടുക്കുന്നത്, അതോ ഉണ്ടാക്കിയിട്ട്? അല്ല മക്കളെ, നമ്മളത് നെയ്തിട്ട് നമ്മുടെ വീടുകളിൽ വരുമല്ല. അപ്പം നമുക്കൊരു ചിലപ്പോൾ ഒരെണ്ണേ കാണുള്ളൂ, ചിലപ്പം 5-6 കാണും. പലരും പല വിധത്തിലാണ്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സാഹചര്യം അനുസരിച്ച് 1-2 ഒക്കെ ആകുമ്പോൾ ഞാൻ കൊടുത്തേക്കും. ഓക്കെ. എത്ര വർഷമായി ഇപ്പം ഇത് ഉണ്ടാക്കാൻ പഠിച്ചിട്ട്? എങ്ങനെയാണ് പഠിച്ചത്? തഴ നെയ്യുന്നത് നമ്മൾ പണ്ട് നമ്മുടെ അമ്മമാർ നെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ സ്കൂളിലൊക്കെ കുറച്ചൊക്കെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ ജോലിയായിരുന്നു. പാനെയ്ത്ത്, ഇവിടെ കൂടുതലും പാനെയ്ത്തായിരുന്നു ഇവിടുത്തെ സ്ഥലത്ത് പ്രധാനമായിട്ടും. അതെ അതെ. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ചകിരിയുടെ പണിയൊക്കെ, നേരത്തെ ചകിരിയുടെ പണി കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ഒക്കെ അതിനേക്കാൾ ഇതായിട്ട് ഉണ്ട്. തഴപ്പായാണ് കൂടുതലും. തന്റെ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ പായ നെയ്യുന്നത് കണ്ടു വളർന്നതാണ് ജാനുമ്മ. ഇപ്പോൾ തന്റെ 76-ാം വയസ്സിലും ആ തൊഴിൽ ചെയ്തു പോരുന്നു. ഏതു പ്രായത്തിലും വീട്ടിലിരുന്ന് വരുമാനം നേടാവുന്ന ഒരു ഉപജീവന മാർഗം കൂടിയാണ് തഴപ്പായ നിർമ്മാണം എന്നാണ് ജാനുമ്മയുടെ പക്ഷം. ചെയ്യാൻ ആർക്കും ഇഷ്ടമില്ല. ഞങ്ങൾ പഴയ തലമുറകളൊക്കെ ഉള്ളു പാന്നിയ. പിന്നെ അപൂർവം പിള്ളേർ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ വീടുകളിൽ ചെയ്ത് കാണുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള വീട്ടിലെ പിള്ളേർ അതും കാര്യമായിട്ടൊന്നുമില്ല, വേറെ വേറെ പണിക്കൊക്കെയാണ് പോണത്. ഇതിപ്പം നിലനിന്ന് പോവുകയാണെങ്കിൽ അതൊരു നല്ല പണിയാണ്. വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം. മറ്റേ തഴ കിട്ടാനില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും നമുക്കത് കിട്ടിയെന്നാൽ നമുക്ക് വീട്ടിലിരുന്ന് വേറെ എങ്ങും പോകാതെ 10-200 രൂപ നമുക്ക് ഏതായാലും കിട്ടും. പുതുതലമുറയ്ക്ക് എത്രത്തോളം പരിചിതവും അത്യാവശ്യവുമാണ് ഈ പറയുന്ന തഴപ്പ എന്നറിയില്ല. എന്നിരുന്നാലും പഴമയുടെ ഓർമ്മകളും പൈതൃകവും ഞങ്ങൾ റിപ്പോർട്ടർ ഹബിലൂടെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നുവെന്ന് മാത്രം. കണ്ടില്ലേ, ഇതാണ് തഴപ്പ. ഇത് കുറെ കാലം മുമ്പ് എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇതിന് വലിയ വിലയോ അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിതൊന്ന് കാണാൻ തന്നെ ഇത്രയും കിലോമീറ്റർ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്നും ഇത് വലിയ രീതിയിൽ അവൈലബിൾ അല്ല, അല്ലേ? കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു മഹത്വം ഈ ഒരു ജനറേഷൻ അറിയണമെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. ഈ തലമുറയ്ക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടാകേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന കാലഘട്ടങ്ങളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തഴപ്പായെ കുറിച്ച് ഇതാണ് നമുക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ റിപ്പോർട്ടർ ഹബിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളുമായി തിരികെ വരാം.